മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുനിതു പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുനിതു പോരാ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് യാഗമർപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. വിശേഷാൽ പുരോഹിതവർഗത്തെക്കുറിച്ച് മലാക്കി പ്രവാചക പുസ്തകത്തിൽ കൂടുതൽ വ്യക്തമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഈ 3-ാം വാക്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവം ലേവിപുത്രന്മാരെ ശുദ്ധീകരിക്കുന്നു, നിർമ്മലീകരിക്കുന്നു എന്ന് കാണാൻ സാധിച്ചു. ലേവിപുത്രന്മാരെ പൊന്നുപോലെ ശുദ്ധീകരിക്കുന്ന, വെള്ളി പോലെ ശുദ്ധീകരിക്കുന്ന ദൈവം. അപ്പോൾ ഒരലക്കുകാരൻ എങ്ങനെ വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നുവോ, ഒരു പൊന്നു ശുദ്ധി വരുത്തുന്നവൻ എങ്ങനെ തീയിലൂടെ അതിനെ നിർമ്മലീകരിക്കുന്നുവോ, അതുപോലെ ദൈവം ലേവിപുത്രന്മാരെ, കുറച്ചുകൂടി പറഞ്ഞാൽ ഇസ്രായേൽ ജാതിയെ ശുദ്ധീകരിക്കും, നിർമ്മലീകരിക്കും, തേജസ്സുള്ളതാക്കി തീർക്കും എന്ന് നാം കാണുകയുണ്ടായി. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവർ, അവരെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും എന്നാണ്. അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. അപ്പോൾ ശുദ്ധിയില്ലാത്തവൻ നീതിയോടെ അല്ല വഴിപാട് അർപ്പിക്കുന്നത് എന്ന് ഒരു മറുവശം കൂടി അതിനുണ്ട്. ശുദ്ധി വന്നതിന് ശേഷമാണ് ഒരാൾ ദൈവത്തിന് യാഗമർപ്പിക്കുന്നത്, വഴിപാടർപ്പിക്കുന്നത്, സ്തോത്രമർപ്പിക്കുന്നത്, ആരാധന അർപ്പിക്കുന്നത്. അത് ദൈവപ്രസാദമുള്ളതായി തീരുന്നത്, ദൈവം സ്വീകരിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് അതെപ്പോഴാന്ന് ചോദിച്ചാൽ നീതിയിൽ അർപ്പിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കറയില്ലാതെ, പാപമില്ലാതെ, ദോഷമില്ലാതെ, അശുദ്ധിയില്ലാതെ, മ്ലേച്ഛതയില്ലാതെ ദൈവമുമ്പാകെ യോഗ്യമായി അർപ്പിക്കുന്ന ആരാധന, ദൈവമുമ്പാകെ യോഗ്യമായി അർപ്പിക്കുന്ന ബലി, ദൈവമുമ്പാകെ യോഗ്യമായി അർപ്പിക്കുന്ന വഴിപാട്, അതാണ് ദൈവം സ്വീകരിക്കുക. ഒരാൾ തൻ്റെ പാപത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് വ്യർത്ഥമായ ഒരു ചിന്താഗതിയാണ്. അങ്ങനെ അർപ്പിക്കുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ ധാരാളമുണ്ട്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർപ്പണം നടക്കുന്നുണ്ട്, പക്ഷേ സ്വീകരിക്കുന്ന ദൈവത്തെ കാണുന്നില്ല. അപ്പോൾ അർപ്പിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല. അപ്പോൾ ദൈവം പ്രസാദിക്കാത്ത, ദൈവം സ്വീകരിക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ആരാധനകൾ, ബലികൾ അർപ്പിച്ചതുകൊണ്ട് പ്രയോജനമില്ല
അത് സ്വീകരിക്കേണ്ടെന്നവൻ സ്വീകരിക്കുന്നില്ല. കാരണം ജീവിതം ശുദ്ധമല്ല, നിർമ്മലമല്ല എന്നുള്ളതാണ്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോൾ പാപിയായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നില്ലെങ്കിൽ പാപിയുടെ ആരാധന എങ്ങനെ ദൈവം സ്വീകരിക്കും? നോക്കണം പ്രിയരെ, എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. അപ്പോൾ എപ്പോഴൊരാൾ നീതീകരിക്കപ്പെടുന്നത്? നീതിമാന്മാരായിട്ട് ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് വിധേയപ്പെട്ടവരായി, നരകത്തിന് വിധിക്കപ്പെട്ടവരായി മനുഷ്യൻ മാറിയിരിക്കുക. അപ്പോൾ പാപം എന്ന് പറയുന്ന മഹാവിപത്ത് സകല മനുഷ്യനെയും ഒരുപോലെ കാർന്നു തിന്നിരിക്കുകയാണ്. ഇത് കേവലം ലേവ്യപുത്രന്മാരെയോ ഇസ്രായേൽ ജാതിയോ മാത്രമല്ല, സകല മനുഷ്യരെയും ഒരുപോലെ പാപം പിടിച്ചിരിക്കുകയാണ്. പാപം ചതിക്കുന്നതാണ്, വഞ്ചകനാണ്. അപ്പോൾ ഈ പാപം നമ്മെ നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയും. ഇന്ന് മനുഷ്യനത് ചിന്തിക്കുന്നില്ല. പാപം എന്ന് കേൾക്കുന്നതേ മനുഷ്യനൊരു ബുദ്ധിമുട്ടാണ്. പാപി എന്ന് വിളിക്കുന്നത് അതിലും ദുഃഖകരമായിട്ടാണ് കാണുന്നത്. കോപത്തോടും ക്രോധത്തോടും കൂടിയാണ് ആ ശബ്ദം ആളുകൾ കേൾക്കുന്നത്. എന്നെ ആരും അങ്ങനെ വിളിക്കണ്ട, എനിക്ക് അങ്ങനെ ഒരു പേര് വേണ്ട. സ്വയം നീതീകരിക്കുകയാണ്, സ്വയം ഞാൻ മിടുക്കനാണെന്ന് ചിന്തിക്കുകയാണ്, ഞാൻ കുറവില്ലാത്തവനാണ്, ഞാൻ ശരിയാണ്, എന്നിലൊരു മിസ്റ്റേക്ക് ഇല്ല, ഞാനാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ട് തോന്നുന്നത്. അതിന് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ മറ്റിതര ജാതികളെന്നോ ഭാഷക്കാരെന്നോ ദേശക്കാരെന്നോ വ്യത്യാസമില്ല. പാപം അതിൻ്റെ ഭയങ്കരതയിലേക്ക്, ഭീകരതയിലേക്ക്, കൊടിയ അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. എത്രയോ ഭീകരമായ അന്തരീക്ഷമാണ് നമ്മുടെ ചുറ്റും ഓരോ ദിവസവും നാം കാണും. വളരെ സങ്കടം തോന്നും ചിലപ്പോഴൊക്കെ. കാരണം പാപം ചെയ്തിട്ട് മനുഷ്യന് യാതൊരു പശ്ചാത്താപമില്ലാത്തവനായി മാറുന്നു എന്നുള്ളത് മാത്രമല്ല, പാപം ചെയ്തതിൽ അവനെന്തോ മിടുക്ക് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഈ നാളുകളിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. പാപം ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിക്കുക, ദുഷ്ടന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ലോകം മാറിക്കഴിഞ്ഞിരിക്കുക. നന്നായി ജീവിക്കുന്ന മനുഷ്യർ വളരെ ചുരുക്കമായി മാറിയിരിക്കും. അക്രമവും അനീതിയും പെരുകിയിരിക്കുക. നോക്കണേ, ഈ ലോകം എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ വേദപുസ്തകം പറയുന്നു: ഭയങ്കരമായൊരു ന്യായവിധിയിലേക്കാണ്, അതിഭയങ്കരമായൊരു ന്യായവിധിയിലേക്ക്. എന്താണ് ആ ന്യായവിധി? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന പാപത്തെക്കുറിച്ച് പശ്ചാത്താപമില്ലാതെ, പാപപരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ പിന്നെയും പിന്നെയും പാപം ആവർത്തിച്ച് ഒരു നാൾ ഈ ലോകം വിട്ട് മരണം വഴി മാറ്റപ്പെടുമ്പോൾ പിന്നീട് ദൈവം വെച്ചിരിക്കുന്നത് ഭയങ്കരമായിരിക്കുന്ന ഒരു ന്യായവിധിയാണ്. ആ ന്യായവിധി എന്ന് പറയുന്നത് ന്യായമായ വിധിയാണ്. ചെയ്തു കൂട്ടിയതിനൊത്തവണ്ണം ലഭിക്കുന്ന വിധി, മുഖപക്ഷം കൂടാതെയുള്ള വിധി. അന്ന് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ എളിഫരായി നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഈ വാക്യത്തിൽ ഒരു കാര്യം, മൂന്നാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു: ദൈവം ശുദ്ധീകരിക്കുന്നവനാണ്. അതാണ് എന്നെ സന്തോഷിപ്പിച്ച ഏറെ പ്രധാനപ്പെട്ട കാര്യം. ശുദ്ധീകരിക്കുന്നവനായ ഒരു ദൈവം. അതെ, ദൈവത്തിന് മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നവനായ ഒരു ദൈവം.
രക്താംബരം പോലെ ആയിരുന്നാലും വെളുപ്പിക്കുന്നവനായ ഒരു ദൈവം. അതാരാ? അത് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വന്നവൻ ഒരുവൻ മാത്രം, പാപപരിഹാരം വരുത്തിയവൻ ഒരുവൻ മാത്രം, പാപിക്ക് പകരമായി മരിച്ചവൻ ഒരുവൻ മാത്രം, പാപിക്ക് പാപക്ഷമ നൽകുന്നവൻ ഒരുവൻ മാത്രം. പാപത്തിൻ്റെ ഭയങ്കരമായ അനുഭവം തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റെടുത്തുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു, അവനെ ഒറ്റിക്കൊടുത്ത യൂദയും അവനെ വിധിച്ച പീലാത്തോസും അവനെ ക്രൂശിക്കാൻ ഓർഡർ നൽകിയ ശതാധിപനും അവൻ്റെ കൂടെ മരിച്ച 2 കള്ളന്മാരിൽ ഒരുവനും പീലാത്തോസിന്റെ ഭാര്യയും എല്ലാം ഒരേപോലെ പറഞ്ഞവൻ നീതിമാൻ, പാപമില്ലാത്തവൻ, കുറ്റം ചെയ്യാത്തവൻ. പക്ഷേ എങ്കിലും ക്രിസ്തു ക്രൂശിൽ മരിച്ചു. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, സ്നേഹിത, താങ്കളുടെ എൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേറൊരു മാർഗം ഇല്ലാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ പാപത്തിന് പകരമായി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെയും താങ്കളുടെയും പാപത്തിന് നിത്യമായ പരിഹാരം വരുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നിർമ്മലീകരിക്കുന്നവനാണ്, ശുദ്ധീകരിക്കുന്നവനാണ്. നമ്മുടെ പാപം എത്ര ഭയങ്കരമായിരുന്നാലും പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ നിശ്ചയമായിട്ടും അവൻ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്. താങ്കൾ ജീവിതത്തിൽ എത്ര വലിയ പാപിയുമായിക്കൊള്ളട്ടെ, അല്ല ഞാൻ ഒത്തിരിയൊന്നും പാപം ചെയ്തില്ല എന്ന് പറയുന്ന പാപിയുമായിക്കൊള്ളട്ടെ, ഏതാണേലും പാപിയാണ്. ആ പാപത്തിന് പരിഹാരം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പാപക്ഷമ പ്രാപിച്ച് നിത്യജീവൻ അവകാശിയായി തീർന്നാൽ അതാണ് ഭാഗ്യം. അങ്ങനെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നാം കാഴ്ചകൾ നേർന്നതുകൊണ്ടോ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ, പാവങ്ങളെ സഹായിച്ചതുകൊണ്ടോ, ദാനധർമ്മങ്ങൾ നൽകിയതുകൊണ്ടോ, അവിടെയും ഇവിടെയും കറങ്ങി നടന്നതുകൊണ്ടോ, പൈസ ചെലവിട്ടതുകൊണ്ടോ, ശരീരത്തെ മുറിവേൽപ്പിച്ചതുകൊണ്ടോ ഒന്നും പാപത്തിന് പരിഹാരം വരുന്നില്ല, സ്വർഗത്തിന് അവകാശിയാകുന്നില്ല. ഇവിടെ ഇതാ യേശു ക്രിസ്തു ഒരിക്കലായി തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ എന്നേക്കുമായി മനുഷ്യനൊരു പുതുവഴി തുറന്നിരിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനെ പ്രാപിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഭക്തന്മാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. അതെ, നീതിയിൽ വേണം വഴിപാടർപ്പിക്കാൻ. അങ്ങനെ അർപ്പിച്ച് നല്ല ഭക്തരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ പുനഃനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കാരിരുമ്പാണികൾ തറയപ്പെട്ട